തിരുവനന്തപുരം സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ജൂൺ 20 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. ഇതിനായി 825.71 കോടി രൂപ വെള്ളിയാഴ്ച തന്നെ അനുവദിച്ചിരുന്നു. ഈ തുക ബാങ്കുകൾക്കും കൈമാറി. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ശനിയാഴ്ച തന്നെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ ലഭിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ മാസം പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ സർക്കാർ നൽകിയില്ല എന്ന് കെ.പി.സി.സി. അധ്യക്ഷന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു. വസ്തുത അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെയാണ് പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഈ പ്രസ്താവന തള്ളിക്കളയണമെന്ന് ധനമന്ത്രി അഭ്യർത്ഥിച്ചു. പെൻഷൻ വിതരണം ചെയ്യുന്നതിന്റെ നടപടിക്രമങ്ങളും സാങ്കേതികത്വവും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏതാണ്ട് 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ടത്. ഇത് ദിവസങ്ങളിൽ എടുത്താണ് പൂർത്തീകരിക്കുന്നത്. എല്ലാ മാസവും 1 മുതൽ 15 വരെ ഗുണഭോക്താക്കൾക്ക് മാസ്റ്ററിംഗ് ചെയ്യാൻ അവസരമുണ്ട്. ഇത്തരത്തിൽ മാസ്റ്ററിംഗ് നടപടി ചെയ്യുന്നതിലൂടെ ഉൾപ്പെടുത്തിയാണ് 15-നു ശേഷം അതാത് മാസത്തെ ഗുണഭോക്താക്കളുടെ പട്ടിക അന്തിമമാക്കുന്നത്. തുടർന്ന് പഞ്ചായത്ത് ഡയറക്ടർ നൽകുന്ന പട്ടികയിലെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ച് ഉത്തരവിറക്കുകയും തുക കൈമാറുകയും ചെയ്യുന്നു എന്ന് ധനമന്ത്രി പറഞ്ഞത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ പകുതിയോളം പേർക്ക് അവരവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്യും. വീട്ടിൽ പണം എത്തിക്കുന്നവരുടെ തുക ജില്ലാ സഹകരണ ജോയിന്റ് സെക്രട്ടറിക്ക് കൈമാറും. അവർ ഏതു സഹകരണ സ്ഥാപനം വഴിയാണോ പെൻഷൻ കൊടുക്കുന്നത് ആ സഹകരണ ബാങ്കിന് കൈമാറും. ബന്ധപ്പെട്ട സഹകരണ ബാങ്ക് സെക്രട്ടറി ഓരോ വാർഡിലും വിതരണത്തിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന് ലിസ്റ്റും പണവും കൈമാറും. അദ്ദേഹം തുക വിതരണം ചെയ്ത് റിപ്പോർട്ട് ചെയ്യും. ക്ഷേമനിധി ബോർഡുകളുടെ പണം ബന്ധപ്പെട്ട ബോർഡിന് കൈമാറും. തുടർന്ന് ബോർഡുകളാണ് തുക വിതരണം ചെയ്യുന്നത്. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എല്ലാവർക്കും പെൻഷൻ എത്തിക്കാൻ ഒറ്റ ദിവസത്തിൽ കഴിയില്ല. ഈ നടപടിക്രമത്തിൽ തന്നെയാണ് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി.